അബ്രഹാമിന്റെ മകൻ എന്ന വലിയ പദവി ക്രിസ്തുവിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും 8-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യവും 38-ാമത്തെ വാക്യവും 9-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും 10-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവുമെല്ലാം നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ക്രിസ്തു മനുഷ്യപുത്രനാണ്. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യപുത്രനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന അനേകം തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ കേവലം രക്ഷിതാവായി മാത്രം കാണാതെ, കർത്താവ് നാഥനുമായി മാത്രം തിരിച്ചറിയാതെ, അവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹയാണെന്നും അവൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്നും പിതാവാം ദൈവത്തിന്റെ സ്നേഹപാത്രമാണെന്നും യുഗങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്നവനാണെന്നുമെല്ലാം ഒരു വിശ്വാസിക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും വിശ്വസിക്കാനും സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യെശയ്യാ പ്രവചനത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴുമെല്ലാം നമുക്ക് അവിടെ ക്രിസ്തുവിനെ മറ്റൊരു തരത്തിൽ ബോധ്യപ്പെട്ട് കിട്ടുന്നുണ്ട്. അവൻ കന്യകയായ മറിയത്തിൽ ജനിച്ചവനാണ്. കർത്താവായ യേശുക്രിസ്തു മറിയയുടെ മകനായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 9-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 10-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും 15-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ദാവീദിന്റെ സന്തതിയായി ക്രിസ്തുവിനെ ഏതാണ്ട് 9 തവണ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണ്, തലമുറകളുടെ പ്രതീക്ഷയാണ്, വിശ്വാസ ലോകത്തിന്റെ കാത്തിരിപ്പാണ്, ദൈവപിതാവിന്റെ സ്നേഹപാത്രമാണ്. അവനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കാൻ, അവനോട് ചേർന്ന് നിന്ന് വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ശുഭദിനവും ആശംസിക്കുന്നു.